ഒരു കോ ആങ്കറിനോട് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടോ? അതെ, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ട്. അവരോടത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഇത് അറിയിച്ചിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പുള്ള ചർച്ചകൾക്കിടയിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമ്മൾ ആ ചർച്ച നയിക്കുന്നത് നമുക്ക് ഇറങ്ങിയോടൊന്നും ശരിയാവില്ല. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ആണോ? അത് ശരി. അങ്ങനെ ഏതെങ്കിലും ഒരു വാർത്താ അവതാരകനായിട്ട് തന്നെ ചില സിനിമകളിലൊക്കെ ചിലപ്പോൾ വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വെള്ളിമുഖം ഞാൻ വാർത്ത വായിച്ചത്, പക്ഷെ ആ സിനിമ ഹിറ്റാവാൻ കാരണം അതാണെന്ന് പറയുന്നുണ്ട്. അത് ശരി. ഒരാള് ബസ്സിൽ വെച്ചിട്ട് വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ച ചേട്ടനല്ലേ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു ഭയങ്കര കുറെ 3-4 സിനിമകളിൽ അങ്ങനെ വാർത്ത വായിക്കുന്നതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വാർത്ത വായിച്ചിട്ടേ വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ച മാനസികമായിട്ട് വിഷമം തോന്നി, നല്ല സങ്കടം തോന്നി. അത്ര വർഷം മാറി ചേട്ടാ വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ചിട്ടുള്ള ആളിനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേടാ മോനെ എന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ മറ്റു പലതാണ് ഞാനെന്ന് പറഞ്ഞു. പക്ഷെ വേറെ ഒരാളൊന്ന് ചോദിച്ചു, താങ്കളുടെ സീരിയലുകൾ ഞാൻ കാണുന്നുണ്ട്, നന്നാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ വലുതല്ലോ അവ എന്താ മറുപടി പറഞ്ഞ? അത് എന്താണ് ടിപ്പായിട്ട് ഇൻസൾട്ട് ഒക്കെ ചെയ്തുകൊണ്ട്, താങ്കളുടെ സീരിയൽ ഞാൻ കാണുന്നുണ്ട്, നന്നാവുന്നുണ്ട് അതിനെ എന്ന് പറഞ്ഞിട്ട് പോയി വിളിച്ചു. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചർച്ച കുറച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ചർച്ച ആക്റ്റീവായി നിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ചർച്ച സജീവമായിട്ട് ഒരു ചൂടൻ വിഷയമാണെങ്കിൽ ആ ചൂടിൽ തന്നെ നിൽക്കണം എന്ന് നിൽക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് പറയാ, ചർച്ച ആ തീയെ കെടുത്തി കളയാറില്ല. ഫയർ ഉണ്ടാവുന്ന ഫയർ നിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ട്രോളുകൾ സൃഷ്ടിക്കാനായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലാതെ ഇഷ്ടംപോലെ ട്രോളുണ്ട്, പിന്നെ ഇത് കാണിച്ചിട്ട് ഞാനായിട്ട് സൃഷ്ടിക്കേണ്ട കാര്യമില്ല, ഇഷ്ടംപോലുണ്ട്. അല്ല, എന്നാലും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാലോ, അല്ലെ അവരുടെ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ, ഇന്ന് ഗംഭീര, ഇന്ന് എല്ലാവർക്കും ഉള്ളത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം തോന്നാറുണ്ടോ? അങ്ങനില്ല. ഇല്ല. ഏതെങ്കിലും ഒരു കോ ആങ്കറിനോട് അല്ലെങ്കിൽ മറ്റൊരു അവതാരകനോട് കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്കൊക്കെ ഉള്ളതല്ലേ ഇതൊക്കെ ഏറെയും കുറഞ്ഞു. അപ്പൊ അത് എനിക്ക് അത് 100% ഈ പറഞ്ഞൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞ എല്ലാവരും ചെറിയ ശതമാനം എനിക്കുണ്ടായിട്ടുണ്ട്. ചെറിയ ശതമാനം ഉള്ളൂ. അതല്ല നമ്മള് എന്താണ് അത് അങ്ങനെ വളർന്നു, നമ്മൾ വളർച്ച തടയണം, അതിനുവേണ്ടി അതൊന്നുമില്ല. നമുക്ക് അങ്ങനെ എത്തണം എന്ന് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നീ അങ്ങനെ എനിക്ക് നിന്റെ വളർച്ചയിൽ ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മള് ഉള്ള പോലെ ചിലപ്പോ അങ്ങനെ ഞാൻ പറയില്ലേ, അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ശരി. ഇനി ഈ ഒരു ജോലിയില് ഹാഷ്മി അടിപൊളിയാണ്, ഇങ്ങനെ തന്നെ തുടരണം എന്ന് പറഞ്ഞ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടോ? ഉണ്ട്. ഒരാളെ പറയാവോ? സിദ്ദിഖ്. എന്താണ് നമ്മുടെ ആക്ടർ?